ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എൻ്റെ പേര് അഞ്ജു. ഞാൻ ഈ ചാനൽ ഞങ്ങൾ UK നിന്ന് കേരളത്തിലോട്ട് വന്ന ഞങ്ങളുടെ അനുഭവങ്ങളും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഈ ചാനലിൻ്റെ ഒരു ഫൗണ്ടേഷൻ. സോ ഞങ്ങൾ ആദ്യമേ വന്നപ്പോൾ ഒരു മാസത്തേക്ക് നമ്മളൊരു Airbnb ബുക്ക് ചെയ്തിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ വാടകയ്ക്ക് വീട് നോക്കിയത്. നമുക്ക് വാടകയ്ക്ക് ആദ്യം ഒരു വീട് കിട്ടി. ഞങ്ങൾ ഒരുപാട് വീടുകൾ നോക്കി. അത് കഴിഞ്ഞിട്ട് കണ്ട ഒരു വീട് നമ്മൾക്ക് ഇഷ്ടമെന്ന് തോന്നി, നമ്മളത് എടുത്തു. പക്ഷേ നമ്മൾ ഈ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. അപ്പോൾ ഈ 10-15 വീടൊക്കെ കണ്ടിട്ട് വരുമ്പോൾ നമ്മളുടെ ഒരു മാനസികാവസ്ഥയെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കിട്ടിയാൽ മതി എന്നൊരു ചിന്തയായിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി എന്ന് വേണമെങ്കിൽ പറയാം. എനിവേസ്, നമുക്കിപ്പോൾ വേറെ ഒരു വീട് ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോൺട്രാക്റ്റിൽ നിന്ന് നമ്മൾ അവർക്ക് 1 month നോട്ടീസ് കൊടുത്തു, ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത മാസത്തേക്ക് മിക്കവാറും കുറച്ചും കൂടെ സെറ്റിൽഡ് ആവാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തിരുന്നു Airbnb-യെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന്. സോ അതാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ ലണ്ടനിലെ Airbnb നടത്തുന്ന ആളാണ്. 2018 മുതൽ Airbnb നടത്തുന്നുണ്ട്. സോ എനിക്കൊരു കുറച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ. സോ നാട്ടിൽ വീടുള്ളവർ Airbnb നടത്തുന്നത് വളരെ നല്ല കാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ നാട്ടിൽ വീടുള്ളവർ മറ്റ് രാജ്യങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്തവർ, ദ ചാൻസസ് ആർ ദാറ്റ് നിങ്ങളുടെ വീട് കുറേ നാളായിട്ട് ഉപയോഗിക്കാതെ കിടന്ന വീടായിരിക്കാം. പറമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ ആ പറമ്പൊക്കെ ചിലപ്പോൾ കാട് പിടിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് സ്ട്രേ ഡോഗ്സ് കയറി അവിടെയൊക്കെ അവരുടെ വീടാക്കിയിട്ടുണ്ടാവാം. ഞങ്ങൾ താമസിച്ച Airbnb-യിലെ ഒരു വലിയ ഡേഞ്ചർ അതായിരുന്നു. ഒരു 6-7 പട്ടികളുണ്ടായിരുന്നു ആ പറമ്പിൽ. അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾക്ക് വാതിൽ തുറക്കാൻ പേടിയായി. കാരണം ഇവർ ഫ്രണ്ടിലൂടെയൊക്കെ വരും. നമുക്ക് പിള്ളേരുണ്ടല്ലോ, അപ്പം ഈ സേഫാണോ, ഇവർ കടിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത കാരണം നമ്മൾക്കൊരു അൺസേഫ് ഫീലിംഗ് ആയിരുന്നു. സോ നമ്മളൊരു വീട് Airbnb-ക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ വീട് അവിടെ താമസിക്കാൻ പോകുന്നവർക്ക് സേഫാണോ, പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ പ്രോബ്ലത്തെ എങ്ങനെ നേരിടും എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇപ്പം നാട്ടിൽ ഞങ്ങൾ വന്നിട്ട് 1 മാസം കഴിഞ്ഞു. എവിടെ പോയാലും സ്ട്രേ ഡോഗ്സാണ്. ഒരുപാട് പട്ടികൾ ഇങ്ങനെ അലഞ്ഞ് നടപ്പുണ്ട്. ഒരുപാട് പട്ടി കടിച്ച കേസസും കേൾക്കുന്നുണ്ട്. സോ അതിനെന്താണ് സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞുതരാൻ അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മളുടെ വീട് നമ്മൾ പൈസ മേടിച്ച് ഒരു ഗസ്റ്റിന് കൊടുക്കുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി സേഫ്. വേറെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീടൊക്കെ നമ്മൾ മറ്റൊരു രാജ്യത്ത് നിന്ന് നാട്ടിലെ Airbnb നടത്തുമ്പോൾ നമ്മൾ ആരെങ്കിലും മിക്കവാറും ഒക്കെ നമ്മളുടെ ബന്ധുക്കളെയോ വിശ്വസിക്കാവുന്ന ഫ്രണ്ട്സിനെയോ ഒക്കെ ഏൽപ്പിച്ചിട്ടായിരിക്കും പോകുന്നത്. ഈ ആൾക്ക് Airbnb-യുമായിട്ട് എന്തോരം എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇപ്പം ഒരു Airbnb എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് എ ഹോട്ടൽ അല്ലേ. നമ്മൾ ബെഡെല്ലാം നന്നായിട്ട് ചെയ്യണം, ടോയ്ലറ്ററീസ് പ്രൊവൈഡ് ചെയ്യണം, കിച്ചണിൽ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വേണം. ആൻഡ് ദെൻ ഡിപ്പെൻഡിങ് ഓൺ ദ ഹോസ്റ്റ്, ചിലപ്പോഴാണെങ്കിൽ അവർ കുറച്ച് വരുന്ന ആ ദിവസത്തേക്ക് അത്യാവശ്യത്തേക്കുള്ള കുറച്ച് ഫുഡ്, ഒരു ബ്രെഡോ ഒരു ബട്ടറോ ഒക്കെ വെക്കുന്നവരുണ്ട്. ചിലരാണെങ്കിൽ ഐ ഹവ് സീൻ പീപ്പിൾ കീപ്പിംഗ് ബോട്ടിൽസ് ഓഫ് വൈൻസ് ഫോർ ദ ഗസ്റ്റ്. സോ അങ്ങനെയൊക്കെ ഇറ്റ് ഈസ് മേക്കിംഗ് സമൺ ഫീൽ സ്പെഷ്യൽ Airbnb അല്ലേ. അപ്പോൾ ഈ നമ്മൾ ഏൽപ്പിച്ചിട്ട് പോകുന്ന ആൾക്ക് ആ ഒരു വിഷൻ ഉണ്ടോ, അവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ, അതോ ഇതൊരു ലോഡ്ജ് പോലെ എന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണോ അവരിത് കൺസിഡർ ചെയ്യുന്നത് എന്നും കൂടി ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അതാരുടെയും കുറ്റമല്ല, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. ഇപ്പോൾ ഞങ്ങളൊരു Airbnb-യിൽ ചെന്നപ്പം അവിടെ ആ വീട്ടുകാരുപയോഗിച്ചിരുന്ന ബെഡ്ഷീറ്റ്, ആ വീട്ടുകാരുപയോഗിച്ചിരുന്ന പില്ലോസ്, ടവൽസ്, അതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആൻഡ് well, I have to mention, we had a lovely house owner, we had a good caretaker. അവരുടെ കുഴപ്പമില്ല, പക്ഷെങ്കിൽ അതാണ് the difference of perspective. അവരത്ര ചിന്തിച്ചുള്ളൂ, ഈ വരുന്നവർക്ക് അവരവരുടെ ബെഡ്ഷീറ്റും സാധനങ്ങളും കൊണ്ട് വരരുതോ,
നമ്മൾ ഇത്രയും കൊടുക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്താഗതിയായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. സോ നമ്മളൊരു ഇപ്പം ഇഫ് ഇറ്റ് ഈസ് ഫോർ എ സ്മോൾ മണി നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ നമ്മളൊരു നല്ല എമൗണ്ട് പേ ചെയ്ത് ഒരു നല്ല Airbnb എന്നുള്ള ഐഡിയയിൽ വരുമ്പോൾ ദാറ്റ് വിൽ റിയലി എഫക്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു മാർക്കറ്റൊക്കെ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഇവിടെ നല്ല ക്ലീനിങ് കമ്പനീസ് ഉണ്ട്. നല്ല ഡീപ്പ് ക്ലീനിങ് ചെയ്ത് നല്ല നമ്മുടെ വീട് നല്ല ക്ലീൻ ആക്കി വെക്കുന്ന കമ്പനീസ് ഒരുപാടുണ്ട്. പക്ഷേ ഒരു Airbnb മാനേജ്മെൻറ്റ് കമ്പനി ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ഒരു Airbnb മാനേജ്മെൻറ്റ് തുടങ്ങിയാലോ എന്ന്. അതിനുള്ള സ്പെയർ ടൈം എനിക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാം ഒന്ന് സെറ്റിലൊക്കെ ആയി കഴിയുമ്പോൾ ദാറ്റ് ഈസ് വൺ ഓഫ് മൈ കൺസിഡറേഷൻസ്. കാരണം ഈ നാട്ടിൽ ഒരുപാട് Airbnb ഉണ്ട്. പക്ഷേ കൂടുതലും അതൊന്നും ഒരു നല്ല സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാനൊരു Airbnb മാനേജ്മെൻറ്റ് കമ്പനി തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കുമായിരിക്കും? നിങ്ങൾക്കൊരു വീടുണ്ടെങ്കിൽ, നിങ്ങളൊരു Airbnb ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ എൻ്റെ സർവീസ് ബുക്ക് ചെയ്യുമോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ.